ഇല്ലല്ലോ. കാസ്ട്രോ വീഡിയോ നോക്കുന്ന എന്താണ് ഇതോ? ൊക്കെ എന്തൊക്കെ പറയുന്ന ക്ലിപ്പും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതിലും അഭിപ്രായങ്ങളൊന്നും പറയാനില്ല. അത്രേ ഉള്ളൂ. മറ്റേ കിട്ടാത്ത മുന്തിരി പുളിക്കുന്ന് പറയുന്ന പോലെ അതിൻ്റെ ഒരു ഇതുണ്ടാവും. അത് അങ്ങനെ കണ്ടാൽ മതി. കാരണം ഈ പറയുന്ന ഇവിടെ KVL എത്ര 10 സ്ലോട്ടോ എന്തോ എന്ന് പറഞ്ഞിട്ട് എന്തൊരു കമന്റ് ഉണ്ടായിരുന്നു. ആ പറയുന്നവന്മാരനെ മറ്റേ മണി വെച്ചിട്ട് ഈ പറയുന്ന പ്ലേയേഴ്സിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്നലെ ഇവിടെ KVL റിക്രൂട്ട് ചെയ്തൊക്കെയാറേ. പക്ഷെ അവന്മാർക്ക് മണി വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞു. അവർക്ക് അതിന്റെ ആവശ്യമില്ല. അവർക്ക് ഇഷ്ടമുള്ള ഇതിലാണ് കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവര് അത് MRC ഒഴിവാക്കിയിട്ടാണ് KV വന്നുള്ളത്. ഈ പറയുന്ന അവിടെ ഒന്ന് കരഞ്ഞ് ഡയലോഗ് അടിച്ചത് മാതിരി ഈ ഉത്തര പേരെ കയറ്റുന്ന ബിലാലെ ഞാന് രാജുഭായ് കുറുപ്പ് പിന്നെ ടർബോ നോക്കിയ ഞങ്ങളിങ്ങനെ 6 ആൾക്കാർ ഇരിക്കണേക്ക് ഇതേമാതിരി ഖാലിദ് ഇവര് വന്നപ്പം ഇവര് സംസാരിക്കണ POV ആരുടെയും റെക്കോർഡ് ഉണ്ടാവും. ഞാൻ എന്തായാലും റെക്കോർഡ് എടുത്ത് വെച്ചിട്ടില്ല. എന്തായാലും ഇവർ ആരെങ്കിലും റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുണ്ടാവും. അതില് അവർക്ക് അവിടെ മതി ഇവിടെ വേണ്ട അങ്ങനെയല്ല പോണത്. ഇവിടെ കളിക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? 10 ആൾക്കാർക്ക് സ്ലോട്ട് അവിടെ തരാന്ന് പറഞ്ഞതുകൊണ്ട് പെയിൻ അവിടെ ആയതുകൊണ്ട് ഞങ്ങക്ക് പെയിൻ അവിടെ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ഈ മുന്തിരിത്തോട്ടം നമുക്ക് ഇവിടെ മുന്തിരിത്തോട്ടം ഉണ്ട്. ഞാൻ അങ്ങനെ റെക്കോർഡൊന്നും വെച്ച് പ്ലേ ചെയ്താണ്ട് എനിക്കിത് പ്രൂവ് ചെയ്യേണ്ട ഒരു ആളല്ല. ആക്ച്വലി ഞാൻ ചെയ്യാറുമില്ല. ഇനി അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ അടുത്ത് ആരുടെ അടുത്തേലും ഒന്ന് ചോദിച്ചു നോക്കിട്ടാ. അത് ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ പർച്ചേസ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു 10 ആൾക്കാർ അങ്ങോട്ട് പോയല്ലോ, അതിലൊരാൾ വന്ന് പറഞ്ഞത് തന്നെയാണ്. എനിവേ അവര് കളിക്കട്ടെ, നമുക്കത് വിഷയമില്ല. നമുക്കത് നമ്മൾ ചോദിച്ചു. എന്താ പറയാ, അത് നമ്മൾ ചോദിച്ചതല്ല കേട്ടോ. അത് ആക്ച്വലി അത് ഞാൻ ഒരു ഓപ്പൺ ആയിട്ട് പറയാം. അത് ഓഫ് സ്ട്രീമിൽ നമുക്ക് വന്നതാണ് ഇങ്ങോട്ട്. കാരണം ദാമു ഇതേമാതിരി കുറുപ്പിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ദാമും ഓക്സിയും കൂടെ അതിന്റെ സ്ക്രീൻഷോട്ട് ഇനി ആണെന്നുണ്ടെങ്കിൽ അതും കാണിക്കുക. അവർക്ക് ഇവിടെ കയറാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അഥവാ അങ്ങോട്ട് പോയ പ്ലേയേഴ്സ് ആണേ. ഒരു 8 പ്ലേയേഴ്സിന്റെ അല്ലട്ടാ, അതൊന്നും അല്ലട്ടാ നമ്മൾ പറയണത്. നമ്മളെ പ്ലേയേഴ്സിനൊന്നല്ല പറയണത്. ഞാന് ഇതിന്റെ കാര്യമാണ് പറയണത്. അതായത് ഈ സാധനത്തിന്റെ ആണ് പറയണത്. ഇവിടെ കളിക്കാൻ താല്പര്യമുണ്ട്. ഒരു 8 ആൾക്കാർക്ക് ഇവിടെ കളിക്കാൻ താല്പര്യമുണ്ട് പറഞ്ഞപ്പം 8 സ്ലോട്ട് നമുക്ക് കൊടുക്കാൻ കഴിയൂല. ഞാനൊരു 4 സ്ലോട്ടൊക്കെ വേണമെങ്കിൽ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അത് ഞാൻ എങ്ങനെയൊക്കെ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവർക്ക് പെയിനൊക്കെ അവിടെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ, മനസ്സിലായില്ലേ? അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സ്ലോട്ട് റെഡിയാക്കി കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടാവുമായിരുന്നു. അതുകൊണ്ട് അത് വിട്. അത് എനിക്ക് അതിലൊന്നും കൂടുതൽ കമന്റ്സ് ഇല്ല. അതൊന്നും ക്രെഡിറ്റ് ആയിട്ട് പറയില്ല. ഇനി അതിന്റെയൊക്കെ പ്രൂഫ് വേണമെന്നുണ്ടെങ്കിൽ പ്രൂഫ് വേണോ? പ്രൂഫ് തരാം. പ്രൂഫ് ഉണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. പക്ഷെ കൺഫേം ആയിട്ട് ആരെങ്കിലും ഒരാൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. മാലിക് ഇല്ലായിരുന്നടാ? മാലിക്കേ പൊന്നെ ഞാൻ ഇടയ്ക്ക് വന്നിട്ട് തലയിട്ടിട്ട് ഞാൻ പോയി. പോയി ഇല്ലായിരുന്നു. ദാമു PP2 ഞാൻ ഇടയ്ക്ക് വന്ന കാര്യം എന്താണെന്ന് അറിയാനായിട്ട് പോയി. ദാമു PP2 MRC ഒന്നല്ല കൈസ. അതൊന്നല്ല. ദാമു സജസ്റ്റ് ചെയ്തു, മനസ്സിലായ ഇവരെ. അല്ല ദാമു MRC ദാമു ലിറ്ററലി കളിയൊക്കെ നിർത്തി അങ്ങനെ പോയതാ കൈസ്. കുറുപ്പിതാ. ഓഹോ, കുറുപ്പയുടെ കുറുപ്പണ്ണനാണല്ലോ വന്നത്. കുറുപ്പേ, ഹലോ, ഇതിനെ പറ്റി എന്താ എനിക്ക് പറയാനുള്ളത്? എന്തിനെ പറ്റിയായിരുന്നു? എന്താ അതിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് നോക്കിയാണ്. എന്തൊക്കെ പറയുന്ന ക്ലിപ്പും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതിലും അഭിപ്രായങ്ങളൊന്നും പറയാനില്ല. അത്രേ ഉള്ളൂ. മറ്റേ കിട്ടാത്ത മുന്തിരി പുളിക്കുന്ന് പറയുന്ന പോലെ അതിന്റെ ഒരു ഇതുണ്ടാവും. അത് അങ്ങനെ കണ്ടാൽ മതി. കാരണം ഈ പറയുന്ന ഇവിടെ KVL എത്ര 10 സ്ലോട്ടോ എന്തോ എന്ന് പറഞ്ഞിട്ട് എന്തൊരു കമന്റ് ഉണ്ടായിരുന്നു. ആ പറയുന്നവന്മാരനെ മറ്റേ മണി വെച്ചിട്ട് ഈ പറയുന്ന പ്ലേയേഴ്സിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്നലെ ഇവിടെ KVL റിക്രൂട്ട് ചെയ്തൊക്കെയാറേ. പക്ഷെ അവന്മാർക്ക് മണി വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞു. അവർക്ക് അതിന്റെ ആവശ്യമില്ല. അവർക്ക് ഇഷ്ടമുള്ള ഇതിലാണ് കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവര് അത് MRC ഒഴിവാക്കിയിട്ടാണ് KV. അവർക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. കമ്പാരിറ്റീവ്ലി നമ്മളെ വലിയൊരു ഓഡിയൻസ് സപ്പോർട്ടീവ് ആയിട്ടുണ്ട്. അതൊക്കെ അവരോട് നമ്മൾ പറഞ്ഞതാ. നിങ്ങൾക്ക്
കറന്റ്ലി എന്തായാലും കറന്റ്ലി KV കളിക്കുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് എന്തായാലും ബെനിഫിറ്റ് MRCയിൽ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞതാ. അല്ലാതെ അങ്ങനെ ഒരു 2 ലക്ഷം വരണോ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ആ ഒരു രീതിക്ക് അല്ല അവർക്ക് ശരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചത് ഈ പ്ലെയേഴ്സിനെ നമ്മള് ഫസ്റ്റ് എന്റെ സൈഡിൽ നിന്നാണ് എനിക്ക് പരിചയമുള്ളടുത്ത് ആൾക്കാരടുത്ത് ചോദിക്കുന്നത് ആരൊക്കെ ഉണ്ട് എന്തൊക്കെയാണെന്ന്. ഉം. അപ്പം അവരാണ് നമുക്ക് ലിസ്റ്റ് അയച്ചു തന്നത്. ഇങ്ങനെ ഇത്രയും പ്ലെയേഴ്സ് ഉണ്ട്, ഇങ്ങനെ ഇവിടെ കയറാനൊക്കെയാണ്, നമ്മളിവിടെ കയറാൻ താല്പര്യം ഉണ്ടെന്ന് അവർ പറഞ്ഞിരുന്നിട്ട് മാറിയത്. കേട്ടല്ലോ കേട്ടോ. അപ്പം എന്നുള്ളത്. അതില് അവർക്ക് മാറിയതിന്റെ കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു പുള്ളി ഓൾറെഡി അവിടെ കയറിപ്പോയി. പെയിൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ കയറിയോണ്ട് അവർക്ക് അതിന്റെ കമ്മിറ്റ്മെന്റ് കൊണ്ട് അവിടെ കൂടെ കയറുന്നതാണെന്നാണ് പറഞ്ഞത്. ഈ പറയുന്ന പെയിന് KV കയറുന്നതിന് മുമ്പ് നമ്മുടെ അടുത്ത് സ്ലോട്ട് ചോദിച്ചതല്ലേ? പെയിന്റെ കാര്യം സ്പീഡോ ആ ആരോ പറഞ്ഞായിരുന്നു. അത് അതൊക്കെ നമ്മളിപ്പോ ഇവിടെ അല്ല സംസാരിക്കുന്നത് എന്തിനാണ്? അല്ല ഞാൻ ഇതിപ്പോ പറയുന്നത് വെച്ചാൽ അത് അവർക്ക് എന്തോ അങ്ങനൊന്നല്ല. പറയാലോ. അതൊന്നല്ല. പെയിന് ഇവിടെ കേറുമായിരുന്നു ആക്ച്വലി. പെയിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് എന്താ അറിയോ, അത് ഇന്റെ അടുത്ത് ഇതേമാതിരി കുറിപ്പ് വന്ന് ചോദിച്ചതോ. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞതായിരുന്നു പെയിന്റെ റിക്രൂട്ടിന്. പക്ഷെ അപ്പൊ ഷെയ്ഖ് അത് ഈ പറഞ്ഞ പറഞ്ഞത് രാജുഭായിന്റെ ഒരു റീസെന്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ ഗൈസ്, മറ്റേ എന്താ പറയാ ഇൻഡെഫിനിറ്റ് ബാനിന്റെ. ആ ഇൻഡെഫിനിറ്റ് ബാനിന്റെ കേസിൽ രാജുഭായിക്ക് ഇഷ്യൂ ഉള്ള ഒരാളാണ് പെയിൻ എന്നായിരുന്നു എന്റെ മൈൻഡിൽ. കാരണം പെയിനിന്റെ പേര് ആണെന്നാണ് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി രാജുഭായിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഇനി കൊണ്ടുവരണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അന്നേ കുറിപ്പിനോട് പറഞ്ഞു, വെറുതെ ഞാൻ അതൊന്നും കൊണ്ടുവരണ്ട, അങ്ങനത്തെ റിക്രൂട്ട്മെന്റ് വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ അന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ പെയിൻ അതിന് ശേഷമാണ് ഇവിടെ പോയിരുന്നത്. അത് സത്യം പറഞ്ഞാൽ അത് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ പറ്റിയതാ. ഇല്ലാന്നുണ്ടെങ്കിൽ പെയിന് ചിലപ്പോൾ ഇന്ന് ഇവിടെ കളിക്കുമായിരുന്നു. ഈ പറയുന്ന അവിടെ ഒന്ന് കരഞ്ഞ് ഡയലോഗ് അടിച്ചാൽ മതി, ഈ ഇത്ര പേരെ കയറ്റുന്നതെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇവിടെ KV കയ്യിലുണ്ടെങ്കിൽ മേ ബി അവർ ചിലപ്പോൾ അവിടെ ഇത് കാണിച്ചിട്ട് മേ ബി അവിടെ കയറേണ്ടവരാണ്. പക്ഷെ അവർക്ക് അവിടെ കളിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ അവർക്ക് ഉണ്ടാവും ആ ഒരു കയറ്റിയതിന്. അപ്പോൾ അത് അങ്ങനെ കണ്ടാൽ മതി. താല്പര്യമില്ലാത്തതിന്റെ അല്ല ഫ്രസ്ട്രേഷൻ ശരിക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രസ്ട്രേഷൻ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് ഒരു കഴിഞ്ഞാൽ കാര്യം ഇതിൽ ചെയ്യാം പോയി കുറുപ്പേ, കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്ലേയേഴ്സ് ഉണ്ട് അപ്പുറത്ത്. കുറുപ്പേ നമ്മുടെ എല്ലാവരുടെയും വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു 10 സ്ലോട്ട് വെച്ച് തുറന്നു കൊടുക്കാം. അതായിരിക്കും ബെസ്റ്റ്. ഞാൻ ഇന്നും ഒരു സ്റ്റോറി കണ്ടു. ഇന്നും ഞാൻ ഒരു സ്റ്റോറി കണ്ട്. ഫസ്റ്റ് എന്തോ ഓഫ് ഒരു ഓൾ നീ ഒരു പുസ്തകത്തിൽ കാര്യം സ്റ്റോറി ഇട്ട് മെസ്സേജ് മനസ്സിലാക്കേണ്ട ചെയ്തത്. എന്താ വെച്ചാല് ഇവിടെ ആരെ കളിപ്പിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. മനസ്സിലായോ? അത് നമ്മളെ ചോയ്സാ. ഇതിന്റെ അകത്തുള്ള ആൾക്കാർക്ക് പ്രശ്നമുള്ള ഒരാൾക്കാരെയും ഇതിന്റെ അകത്തോട്ട് കയറ്റൂല. അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് പറഞ്ഞ് സംസാരിച്ച് സോൾവ് ആക്കിയതിന് ശേഷം അയാൾക്ക് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ ഇവർ കളിക്കും. അതേപോലത്തെ ഒരു കേസാണ് എന്താ പറയാ ഷമീറിൻ്റെത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ പേർക്ക് ഇപ്പം ഇന്ന് ഈവനിങ് റാംബോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, കുറേ പേർക്ക് ഇതിൻ്റെ അകത്ത് പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് കയറാത്തത്, ഇങ്ങോട്ട് കയറ്റാൻ താല്പര്യമില്ലാത്തതും. അത് റാംബോക്കും എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ടായതുകൊണ്ട് ഇവരെ കാര്യങ്ങൾ നമുക്ക് ഇവരെ ഒപ്പീനിയനും കൂടി നോക്കാണ്ടായതുകൊണ്ടാണ് നമ്മൾ ആ ഡിസ് എടുത്തത്. അതേപോലെ തന്നെയാണ് കോട്ടൻ്റെ കേസും. അതേപോലെ രാജുഭായിക്ക് ഒരു ഇഷ്യൂ ഉണ്ടാവും എന്ന് കരുതിയിട്ട് തന്നെയാണ് പെയിന് പക്ഷെ ഇല്ല. പെയിനായിട്ട് രാജുഭായിക്ക് ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ളത് പിന്നീടാണ് അറിയണത്. പെയിനൊക്കെ അവിടെ കയറി പോയതിനു ശേഷം അത് നമ്മൾ താല്പര്യം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് പിന്നെ നമ്മൾ അങ്ങനെ വിട്ടതാ. അത് ചോദിച്ചില്ല, അത് മിസ്റ്റേക്ക്, അത്രേ ഉള്ളൂ. അത് ഒരു വട്ടം എൻക്വയറി വന്നു, നമ്മളത് ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു ഒഴിവാക്കി, അത് അത്ര പോയി. അങ്ങനെ ഇതൊന്നും ഇല്ല ഗൈസ്. അവർ കളിക്കട്ടെ, അവർ KVL നന്നായി കളിക്കട്ടെ. അവർക്ക് 10 പേർക്കും ഒരുമിച്ച് കളിക്കാൻ അല്ലെങ്കിലും അവർ T47 അത്രയും കാലം ഒരുമിച്ച് കളിച്ച ഒരു 10 പേർക്ക് KVL അതേപോലെ ഒരുമിച്ച് കളിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പോട്ടെ. അതിലിപ്പോ നമുക്ക് എന്ത്, നമുക്ക് അതിൽ ബാഡ് ഒന്നുമില്ല ഗൈസ്. അല്ലെങ്കിൽ അല്ല നമ്മൾ ആക്ച്വലി ഫ്രസ്ട്രേഷൻ ഇവിടെ ആയിരുന്നെങ്കിലും ശരിക്കും 10 പേരെ നോക്കിയിട്ടില്ലല്ലോ. നമ്മൾ അതിന്റെ ഇല്ല. അകത്തുള്ള 5 പേരുടെ ഒരു ഇതാണ് നിന്നത്. ലാസ്റ്റ് നമ്മൾ 4 പേർക്ക് സ്ലോട്ട് തരാന്നാ പറഞ്ഞത്. അതിൽ 4 മാക്സിമം സ്ലോട്ട് ഒന്നാമത്തെ കാര്യമില്ല, നമുക്ക് ഈ 10 സ്ലോട്ട് ഒന്നും കൊടുക്കാനില്ല, ചറവറാന്ന് എടുത്തത്. അത്രേ ഉള്ളൂ. മനസ്സിലായ? അത് അവന്മാർക്ക് ഈ പറഞ്ഞ പോലെ 4 ആക്കായിട്ട് മാത്രം വരാൻ താല്പര്യമില്ല. അതുകൊണ്ട് അവർ അങ്ങോട്ട് പോവാണെന്ന് പറഞ്ഞു. അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് കളിക്കാനാണ് താല്പര്യം എന്നുള്ള രീതിയിലാണ് ആദ്യം തൊട്ട് അവർ പറഞ്ഞത്. പിന്നെ അവിടെ കയറേണ്ടവരൊക്കെ കയറി ഓൾറെഡി. അതിന്റെ ബാക്കിൽ വേറെ കഥ ഉണ്ട്. അത് പക്ഷെ സ്ട്രീമിൽ പറയാൻ പറ്റൂല. അത് ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ടോപ്പിക്ക് ഇവിടെ അങ്ങ് നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് അല്ല കഴിഞ്ഞു. ഇത് ഇന്നത്തോട് കൂടി തീരും. കാരണം എന്താ വെച്ചാൽ ഇനി ഇത് പറയല്ലേ. അല്ലെങ്കിൽ അവർ പറയട്ടെ, ഇവരെ വിളിച്ചിട്ടില്ല. നീ പറയുന്ന ഇപ്പൊ ഇവരെ ഇത്രയും പേരെ വിളിച്ചിരുന്നു പറയുന്നല്ലോ. ഈ പറയുന്നവരെ വിളിച്ചിട്ടില്ലെങ്കിൽ അവിടെ അവർ പറയട്ടെ, ഈ പറയുന്ന പ്ലേയേഴ്സിന് ഇത്രയും പേരെ ഒരുമിച്ച് വിളിച്ചു പോകുന്നു. അപ്പോൾ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ നല്ല രീതിക്ക് ഉണ്ടാവും. അപ്പൊ അത് വരാത്തതിന്റെ ആ ഒരു ദേഷ്യവും സങ്കടവും ഒക്കെയാണ് ഇന്നലെ ആ ഒരു ക്ലിപ്പിൽ കണ്ടുള്ളത്. അപ്പൊ അത് അണ്ടർസ്റ്റാൻഡബിൾ. പിന്നെ നമ്മൾ 10 പേരെ ഒരുമിച്ച് വിളിച്ചാ കുറുപ്പേ
ഇല്ല. അല്ല വിളിക്കണമെങ്കിൽ ഒന്ന് ഞാൻ വിളിക്കണ്ടേ? ഞാൻ പറഞ്ഞതിന്റെ ത്രൂ അല്ലേ നീ എനിക്ക് വിളിക്കുള്ളൂ. ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇങ്ങോട്ട് ശരിക്ക് അമ്മ ആ ഞാൻ ഇവിടെ ഒരു ഇതില്ല കോളിലാ. അടി പൊട്ടിയെ. ആ മെയിൻ തിങ് ഗൈസ്, നിങ്ങൾ ഒരു കാര്യം ശരിക്ക് മനസ്സിലാക്കേണ്ടത്. എനിക്ക് 1 2 3 4 5 6 7 8 പേരുടെ പേര് വന്നു. അതില് നമ്മള് 4 പേരെയാണ് നോക്കിയത്. ഹും. ഞാൻ എന്ത് ഇങ്ങോട്ടാണ് പറയാനാ? ഇവിടെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇവിടുത്തെ റിക്രൂട്ട്മെന്റും ഇവിടുത്തെ ഈ ചോദിച്ചായിരുന്നു കാര്യങ്ങളൊക്കെ അവരുടെ തീരുമാനിക്കുന്നത് കറന്റ് ഞാനാ. അതുകൊണ്ട് ഞാൻ വിളിക്കാതെ എന്തായാലും ഓല് വരൂല. ഞാൻ എന്തായാലും വിളിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം വന്നിക്കണ്, നമുക്ക് വേണമെങ്കിൽ നോക്കാം എന്ന രീതിയിൽ കുറുപ്പ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പം ഞാൻ സജസ്റ്റ് ചെയ്തത് 4 പ്ലേയേഴ്സിനും 4 സ്ലോട്ട് മാക്സിമം 5 കൊടുക്കുക എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇവിടെ കയറാൻ പറ്റാഞ്ഞതും അവർ പോയതും. അതിൽ ഇന്നാൽ പോലും ലാസ്റ്റ് അവർക്ക് കയറാൻ നല്ല രീതിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഒരുമിച്ച് കളിക്കേണ്ടതായതുകൊണ്ട് അവരാണ്ട് പോയി. അത്രേ ഉള്ളൂ. അല്ലാതെ ഈ പറയുന്ന ഫ്രസ്ട്രേഷൻസ് ഇതിലില്ല ബ്രോ. ആക്ച്വലി അല്ല അത് അവരവിടെ ഒരുമിച്ച് കളിക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ അവർ ഇത്ര നാൾ ഒരുമിച്ച് ഞാൻ കളിച്ചവർ പറയട്ടെ, അവിടെ ഒരുമിച്ച് നല്ല കളിക്കുമ്പോൾ ലൈനപ്പ് അവർക്കൊരു ആണ്, സിനർജിയാണ്. നല്ല പ്ലേയേഴ്സും ആണ്. അതിലെ ഓവൻ ബെസ്റ്റ് പ്ലെയർ ആണ്. എനിക്ക് തോന്നുന്നു എക്സ്ലാൻഡിസിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ്. ഓവൻ്റെ പോലത്തെ ഒരു പ്ലെയർ ഉണ്ടാവില്ല. അത് അവർക്ക് നല്ലൊരു റിക്രൂട്ടാണ്. അതേപോലെ ബോബി, ഡാൻസിങ് ബോബി കിടിലം. സിറ്റി അല്ല ഇത് ഇല്ല എന്ന് പറഞ്ഞത് ആക്ച്വലി. അല്ല അത് അവരവിടെ ഒരുമിച്ച് കളിക്കുന്നതാണ് നല്ലത്. കാരണം ആണ്. അതിലെ ഓവൻ ബെസ്റ്റ് പ്ലെയർ ആണ്. എനിക്ക് തോന്നുന്നു എക്സ്ലാൻഡിസിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ്. ഓവൻ്റെ പോലത്തെ ഒരു പ്ലെയർ ഉണ്ടാവില്ല. അത് അവർക്ക് നല്ലൊരു റിക്രൂട്ടാണ്. അതേപോലെ ബോബി, ഡാൻസിങ് ബോബി കിടിലം പ്ലെയർ ആണ്. ബ്ലെയ്ക്കി അടിപൊളിയാണ്. ഖാലിദ് അടിപൊളിയാണ്. പിന്നെ അതിലാരാ? നമ്മുടെ ഇവിടെ ഒരുത്തനുണ്ട് കേട്ടോ, അലക്സ് ഡുവോർ. അതല്ല പറഞ്ഞത്, അതിലുള്ള ആൾക്കാരാ ഞാൻ പറഞ്ഞത്. അതില് കുറേ പേരുണ്ട് അത്യാവശ്യം നന്നായി കളിക്കുന്നത്. പേര് ഇപ്പൊ എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടണില്ല. ഒസാക്ക ഉണ്ട്, പസീമോ ഉണ്ട്. എല്ലാരും നല്ല കളിക്കും. കുറെ പേരുണ്ടടാ. അതിലുള്ള എല്ലാരും നന്നായി കളിക്കും. ഒരുമിച്ചാവുമ്പോ പ്രത്യേകിച്ച് അവർക്ക് ആ റിസൾട്ട് കൊടുക്കാൻ കഴിയും എന്ന് ഹോപ്പ് ചെയ്യാം.